തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിംഗിന് ശേഷം അത്തരമൊരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. ഇന്ന് നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അത് നീതിയാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യം, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് വലിയ ചർച്ചകൾ ചെയ്യേണ്ടതും അത് ശരിയല്ല എന്നുണ്ട് എല്ലാവരും ആ അഭിപ്രായമാണെങ്കിൽ അതിനെ മാറ്റി തിരുത്തേണ്ടതുമാണ്. റായ്ബറേലിയിലേക്കാണ് രാഹുൽ ഗാന്ധി മാറുന്നത്. അപ്പോൾ വയനാട് എങ്ങനെയാണ് അതിന്റെ ഒരു അല്ല, അത് കോൺഗ്രസ് ആണല്ലോ പറയേണ്ടത്. ഇനിയിപ്പോ വയനാട് എന്താണെന്ന് എന്തായാലും ഇത് മാറാൻ തീരുമാനിച്ചു. എന്തായാലും ഒന്നിലധികം സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് ആ മത്സരിക്കുന്ന സീറ്റെല്ലാം വിജയിച്ചാൽ ഒരു സീറ്റ് മാത്രമേ വെക്കാൻ സാധിക്കുള്ളൂ. മറ്റ് സീറ്റുകളിൽ നിന്നെല്ലാം രാജിവെക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു. എന്താണ് നിങ്ങൾ അതിന്റെ പിൻവാങ്ങുന്നു എന്നുള്ള അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതുവരെയും രാജിവെച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം 2 മണ്ഡലം അത് മറ്റത് പിന്നീടാണ് വന്നത്. പക്ഷേ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിംഗിന് ശേഷം അത്തരമൊരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമോ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതൊക്കെ എന്റെ പാർട്ടി CPIയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ടർമാരോട് ചെയ്യുന്ന ഒരു അനീതി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. നീതിയല്ല അത്. അല്ല, വന്നാലെന്നോ പോയാലെന്നൊക്കെ എന്തിനാ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പറയണ്ട? അല്ല, അത് കോൺഗ്രസ് പറയുന്നല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ ഒരു അസ്യൂം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു മറുപടി പറയാനും അതിൽ പ്രതികരിക്കാനും ഞാൻ ആളല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഡെമോക്രസി ഇത് അഭികാമ്യമാണ്. ഇത്തരത്തിൽ 2 മണ്ഡലങ്ങൾ മത്സരിക്കുകയും പിന്നീട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വഴിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം അല്ല. ഇന്ന് നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അത് നീതിയാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യം, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് വലിയ ചർച്ചകൾ ചെയ്യേണ്ടതും അത് ശരിയല്ല എന്നുണ്ട് എല്ലാവരും ആ അഭിപ്രായമാണെങ്കിൽ അതിനെ മാറ്റി തിരുത്തേണ്ടതുമാണ്. അതല്ല, ഇന്ന് നിലവിലുള്ള ഒരു അവകാശം, ഒരു അധികാരം, ആ അവകാശം ഉപയോഗിച്ചാണ് മത്സരിച്ചത്. ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയുള്ള ചർച്ചകളും അതിന്റെ വിശകലനങ്ങളും നടത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിപ്പോ വരാൻ പോകുന്നതിനെ കുറിച്ച് ആദ്യം നടന്നതിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ അപ്പോൾ വരുന്ന സാഹചര്യമല്ല, അത് അപ്പൊ കണ്ടിട്ട് അല്ല, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പൊ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വിലയിരുത്തൽ നടത്തി എല്ലാവരോടും പറയും എന്താണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള കാര്യം. ഓക്കെ.